നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാറ്റ വാലിഡേഷൻ്റെ നോക്കാം. സോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? കാണാം മാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് എക്സലിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡാറ്റ വാലിഡേഷൻ. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടൂൾ ആയിരിക്കും എന്ത് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ യൂസേജ് എന്താണെന്ന് നോക്കാം. ഈ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത് ഒരു സെല്ലിലെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഡാറ്റ വാലിഡേഷനിൽ തന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റയെ പ്രൊട്ടക്ട്, ഒരു സെല്ലിലെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റയിൽ ഒരു സെല്ലിലേക്ക് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതാണ്. നമ്മൾ സെലക്ടഡ് സെല്ലിലേക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എക്സലിൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, എക്സലിന്റെ സ്ക്രീൻ കാണുന്നില്ലേ? കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റുഡൻസിന്റെ നെയിം ഉണ്ട്, അവരുടെ പേപ്പർ 1 and 2 സ്കോർ ഉണ്ട്, അതുപോലെ പേപ്പർ 3ന്റെയും അതുപോലെ 4ന്റെയും സ്കോർ വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ മാർക്കും തന്നിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ പേപ്പറിന്റെ ടോട്ടൽ മാർക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു റിസൾട്ട് കൊടുക്കുന്നു. 100ന് മേലെയുള്ളവർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ് എന്ന് കൊടുക്കാം, അതുപോലെ അതിൽ താഴെയുള്ളവർക്ക് ഫെയിൽ എന്ന് കൊടുക്കാം. സോ അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോ സെല്ലിനും നമുക്ക് പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് അവരുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഏതൊക്കെ സെല്ലിലേക്കാണോ വേണ്ടത്, ഏതൊക്കെ സെല്ലിലേക്കാണോ ഡാറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യേണ്ടത്, ആ ഒരു സെല്ല് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡാറ്റയിലേക്ക് പോവാം. ഡാറ്റ എന്നുള്ള ടാബിൽ പോവാം. സെല്ല് സെലക്ട് ചെയ്തു. ഡാറ്റ എന്നുള്ള ടാബിൽ ഡാറ്റ ടൂൾസ് കാണാൻ പറ്റും. ഡാറ്റ ടൂൾസ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ ഡാറ്റ വാലിഡേഷൻ എടുക്കാം. ഡാറ്റ വാലിഡേഷൻ എടുത്തു. അപ്പൊ ഡാറ്റ വാലിഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ നമ്മൾ എന്ത് കൊടുക്കണം, ഇപ്പൊ ഉള്ളത് എനി വാല്യൂ ആണ്. എനി വാല്യൂ കൊടുത്തിട്ടാണെങ്കിൽ എന്താണ്, ആ ഒരു സെലക്ടഡ് സെല്ലിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മൾ അതിലേക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് സോഴ്സ് ആണ്. സോഴ്സ് ആയിട്ട് നമ്മൾ എന്താണോ ലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, എന്താണോ ലിസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെതാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ പാസ് ഫെയിൽ എന്നുള്ളതാണ് സോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്, അത് എൻ്റർ ചെയ്യാം. പാസ് കൊടുത്തു, കോമ കൊടുക്കണം, നെക്സ്റ്റ് കൊടുക്കാം, ഫെയിൽ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു സെലക്ടഡ് സെല്ലിന്റെ എൻഡിലൊക്കെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാസ് ഫയൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ. ഓരോ സെല്ല്, ഏതൊക്കെ സെല്ലാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സെല്ലിലൊക്കെ നമുക്ക് പാസ് ഫയൽ എന്നുള്ളത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഓരോ മാർക്കിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പാസ് ആണോ ഫയൽ ആണോ എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നിന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയിട്ടില്ലേ പറഞ്ഞത്? ഹലോ, ആരെങ്കിലും ഒന്ന് റീപ്ലൈ? ക്ലിയർ അല്ലേ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്?
ഓക്കെ. നെക്സ്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ തന്നെ വേറൊന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് സോഴ്സ് ആയിട്ട് നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ അല്ലെ, പാസ് അല്ലെങ്കിൽ ഫയൽ. 2 ഡാറ്റ മാത്രമേ നമുക്ക് 2 ടെക്സ്റ്റ് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കണ്ടു, എൻ്റർ ചെയ്യണ്ടു. ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ട, നമ്മൾ ലിസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഡാറ്റ കുറച്ച് ലാർജ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ഷീറ്റിൽ കാണില്ല, ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സെയിം ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ അത് ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ ടൂളിൽ ഡാറ്റ വാലിഡേഷൻ എടുക്കുന്നു. ഇവിടെ എന്ത് കൊടുക്കുന്നു, വാലിഡേഷൻ ക്രൈറ്റീരിയ ലിസ്റ്റ് കൊടുക്കുക. ഇനി സോഴ്സിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആരോ കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മളെ സോഴ്സ് ഉള്ളത്, ഡാറ്റ ഉള്ളത്, ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് എൻ്റർ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു ഡാറ്റ മൊത്തത്തിൽ എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡൗൺ ആരോ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ഡൗൺ കാണാം അല്ലെ. നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡാറ്റയും ഇവിടെ കാണാൻ പറ്റും. ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ മൊത്തത്തിൽ കാണാൻ പറ്റും. നമ്മൾ എവിടെയാണ്, നമ്മൾ ഈ ഒരു സെല്ല് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സെല്ലിന്റെ എൻഡിൽ മാത്രമായിട്ട് കാണും. ഏതൊക്കെ സെല്ലിൽ കൊടുക്കുന്നുണ്ടോ, സെലക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് വരും, ആ ഒരു സെല്ലിന്റെ എൻഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഡാറ്റ വാലിഡേഷനിൽ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലുള്ള ഒറ്റൊരു ഫീച്ചറാണ് നോക്കിയിട്ടുള്ളത്. ഈ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന ലിസ്റ്റ് എന്നുള്ളൊരു ഫീച്ചറാണ് ഇപ്പൊ നോക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. കണ്ടീഷണൽ ഫോർമാറ്റും ഇതുപോലെ തന്നെ എക്സലിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും. അതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു കണ്ടീഷൻ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെക്കുന്നത്, അതിനനുസരിച്ച് നമ്മളെ അടുത്തുള്ള ഒരു ഡാറ്റയെ അതിനനുസരിച്ച് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ്. നമ്മൾ വെക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മളെ ഡാറ്റയെ എന്ത് ചെയ്യുന്നു, ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതിന് ജസ്റ്റ് ഒന്ന് നോട്ട് കാണിച്ചു തരാം. ഇതിൽ കാണാം, നമ്മൾ അതിപ്പം കളർ ആയിക്കോട്ടെ, ഫോണ്ട് സ്റ്റൈൽ ആയിക്കോട്ടെ, ബോർഡേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് എന്താണോ ഡാറ്റ ഉള്ളത് ആ ഒരു ഡാറ്റേനെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിനൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഇത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനും അതുപോലെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഈസിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മളിപ്പോ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡാറ്റ വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇപ്പം നമ്മൾ ഡാറ്റ വാലിഡേഷൻ വഴി പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഒരു കൊടുത്തിട്ടുള്ളതിൽ പാസ് എന്നുള്ളതൊക്കെ ഒരു ഗ്രീൻ കളറിൽ എന്ത് വേണം, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ ഫയലാണെങ്കിൽ ഫയൽ എന്നുള്ളതൊക്കെ എന്ത് കാണണം, റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സോ നമുക്കത് കണ്ടീഷണൽ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏത് ഭാഗത്താണോ കണ്ടീഷണൽ ഫോർമാറ്റ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു സെല്ല് മൊത്തത്തിലാണ് വേണ്ടത്. അപ്പം ഈ ഒരു റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഹോമിൽ കണ്ടീഷണൽ ഫോർമാറ്റ് എടുക്കുന്നു. ഓക്കെ, ഹോം എന്നുള്ള ടാബിന്റെ അണ്ടറിൽ വരുന്ന കണ്ടീഷണൽ ഫോർമാറ്റ് എടുക്കുന്നു. ഇതിൽ ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുള്ള ആ ഒരു ടൂളിൽ ഈക്വൽ ടു എടുക്കുന്നു. ഈക്വൽ ടു സെലക്ട് ചെയ്യുന്നു. നമുക്കൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫോർമാറ്റ് സെല്ല്, ഏത് സെല്ലാണ് നമുക്ക് ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടത് ഏതാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് എന്താണ് വേണ്ടത്, പാസ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റിന് ഗ്രീൻ കളറിൽ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. പാസ് കൊടുക്കുന്നു. ഇവിടെ എന്താണോ നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത ഭാഗത്ത് എങ്ങനെയാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അതേ ഫോർമാറ്റിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കളർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള ഏത് കളറും സെലക്ട് ചെയ്യാം. റെഡ് ആണെങ്കിൽ റെഡ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ടാബിളിൽ കളർ മാറുന്നത് കാണാം. നമുക്കിപ്പോൾ ഗ്രീന് വേണം. ഇതിൽ കസ്റ്റം ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ കാണാം. നമുക്കിപ്പോൾ കളർ ഫില്ലാണ് വേണ്ടത്. ഫില്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രീന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കും. വീണ്ടും ഓക്കെ കൊടുക്കും. നമ്മൾ എവിടെയൊക്കെ പാസ് സെലക്ട് ചെയ്യുന്നുണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഗ്രീൻ കളറിൽ എന്തായിട്ടുണ്ടാവും, ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. എവിടെയൊക്കെ സെലക്ട് ചെയ്യുന്നോ അവിടെയൊക്കെ നമുക്ക് എന്തായിട്ട് കാണാം, ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ?
ഓക്കെ ആണ്. ഓക്കെ, ആർക്കും ക്ലിയർ ആവാണ്ടില്ലല്ലോ? മാം ഒന്ന് റെഡ് ചെയ്ത് കാണിക്കാമോ? ഓക്കെ ഓക്കെ. അപ്പം വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വീണ്ടും നമുക്ക് റെഡ് കളർ കൊടുക്കേണ്ടത്. ആ ഒരു റേഞ്ച് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, കണ്ടീഷണൽ ഫോർമാറ്റിലേക്ക് പോകുന്നു, ഹൈലൈറ്റ് സെൽ റൂൾസ് എടുക്കുക, അതിൽ ഈക്വൽ ടു കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കാം, ഫയൽ എന്നുള്ളത് കൊടുക്കാം. നമുക്കിവിടെ റെഡ് ആണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം ഫോർമാറ്റിലേക്ക് പോവാം, റെഡ് കൊടുക്കാം, ഓക്കെ കൊടുക്കുന്നു, വീണ്ടും ഓക്കെ കൊടുക്കുന്നു. നമ്മൾ എവിടെ ഫയൽ സെലക്ട് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഇപ്പൊ ചെയ്തതല്ലാണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു സോണിന്റെ ടേബിൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഇവിടുന്ന് സോൺ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു സോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെല്ലൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റത്തില്ലേ? ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സോൺ ഏത് സോണാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു സെലക്ടഡ് സോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെല്ലും ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുന്നില്ലേ? സൗത്ത് സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ സൗത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെല്ലും ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഈസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെല്ലും എന്തായിട്ടുണ്ട്, ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഏത് സെല്ലാണോ ഞാൻ സെലക്ട് ചെയ്യുന്നത് ആ സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യണം. ഡാറ്റ വാലിഡേഷൻ മുന്നേ പറഞ്ഞ് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്കിത് മൊത്തത്തിൽ എന്താ വേണ്ട, സെലക്ട് ചെയ്യണ്ട. ഓൾറെഡി വെസ്റ്റ് സൗത്ത് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ സോൺ ആണോ നമുക്ക് ഡാറ്റ വാലിഡേഷനിലേക്ക് വേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ട ആ ഒരു ടെക്സ്റ്റ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഈ സോൺ എന്നുള്ളതിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു സെല്ലിൽ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷനിലേക്ക് പോകുന്നു, ഇവിടെ എന്ത് കൊടുക്കുന്നു, ലിസ്റ്റ് കൊടുക്കുന്നു. സോഴ്സ് എന്നുള്ള ഭാഗത്ത് എന്ത് കൊടുക്കാം, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലാങ്ക് സെൽ എക്സ്ട്രാ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു സോണിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ടാബിള് ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനായിട്ട് നമുക്ക് സോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ട് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. വെസ്റ്റ് തൊട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, വെസ്റ്റ് എന്നുള്ള തൊട്ടാണ് സോൺ വരുന്നത്. ആ ഒരു ഭാഗം തൊട്ട് എന്ത് ചെയ്യാം, ടാബിള് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഹോമില് കണ്ടീഷണൽ ഫോർമാറ്റില് ന്യൂ റൂൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. താഴെ ന്യൂ റൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം ഇവിടെ നമുക്കൊരു ഫോർമാറ്റ് വാല്യൂ സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഒരു ഫോർമുല സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമുല സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെല്ലിന്റെ സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു സെൽ അഡ്രസ് ഇവിടെ കൊടുക്കണം. A2 എന്നുള്ള സെല്ല് തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത് വെസ്റ്റ് എന്നുള്ള ആ ഒരു സെല്ലാണ്. അപ്പം ആ ഒരു സെൽ അഡ്രസ് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഈക്വൽ ടു കൊടുക്കാം, ആ ഒരു സെൽ അഡ്രസ് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സെൽ അഡ്രസ് ലോക്ക് ചെയ്യണം. അതിനായിട്ട് കീബോർഡിലെ $സൈൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഈക്വൽ ടു കൊടുക്കുന്നു. നമുക്ക് എവിടെയാണോ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ എന്ത് ചെയ്ത് കൊടുക്കുന്നു, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മളിപ്പോൾ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഫില്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. വീണ്ടും എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോൺ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോന്നും ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഹലോ, മാം ഒന്നുകൂടി പറയോ? ഓക്കെ ഓക്കെ. മാം അപ്പൊ സിംഗിൾ കളർ ആണോ സെലക്ട് ചെയ്യാൻ പറ്റുക? അതോ ഓരോന്നിനും ഓരോ കളർ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ? അതായത് ഇപ്പൊ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സിംഗിൾ കളർ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം. നമ്മളിപ്പോ വെസ്റ്റിന് മാത്രമല്ല അസൈൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം വന്നില്ലേ? നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 മിനിറ്റ്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് മൊത്തത്തിലാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ലിസ്റ്റ് സെറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഏത് സോൺ സെലക്ട് ചെയ്താലും ആ ഒരു കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ആണോ? ഓക്കെ, താങ്ക് യു മാം. ഇതൊന്നുകൂടി ചെയ്ത് കാണിക്കണോ? ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് സോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റ് എടുക്കുന്നു. ഇതിൽ ന്യൂ റൂൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയലോഗ് ബോക്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ റൂൾ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ലാസ്റ്റ് വൺ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് എന്നുള്ള ആ ഒരു ഫോർമുല റൂൾ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫോർമുല സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു കൊടുക്കുന്നു. ഫസ്റ്റ് സെല്ലിന്റെ സെൽ അഡ്രസ് കൊടുക്കാം. A2 എന്നുള്ള ആ ഒരു ഫസ്റ്റ് സെല്ല് വരുന്നില്ല, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റേഞ്ചിലെ ഫസ്റ്റ് സെല്ലിന്റെ സെൽ അഡ്രസ് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു സെൽ അഡ്രസ് എന്ത് ചെയ്യാം, $കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഈക്വൽ ടു കൊടുക്കുന്നു. നമുക്ക് എവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആണോ ഇവിടെ ഹൈലൈറ്റ് ചെയ്യണം, നമ്മൾ ഏതൊരു ഭാഗത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആണോ നമ്മളെ ഡാറ്റയിൽ ടേബിളിലേക്ക് എന്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് നോക്കിയിട്ട് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റിലേക്ക് പോവുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നത് നോക്കാം. ഡാറ്റയെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നോക്കുന്നത്. സോ ഇപ്പൊ ഇവിടെ ഒരു ലാർജ് ഡാറ്റ കാണുന്നില്ലേ, ടേബിൾ ഷീറ്റിൽ ഒരു ലാർജ് ഡാറ്റ കാണുന്നു. ഓക്കെ. അപ്പം ഈ ഒരു ഡാറ്റയെ നമ്മൾ ഫിൽട്ടർ ചെയ്യുക ചെയ്യുന്നത്. അതിനായിട്ട് ഡാറ്റ ആദ്യം ചെയ്യാം. ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹോം എന്നുള്ള ടാബിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ കാണുന്നില്ലേ, എഡിറ്റിംഗ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ. ഓക്കെ, അതിലാരെ കൊടുത്തിട്ട് ഇവിടെ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ കാണാം ഫിൽട്ടർ ഒരു ഡ്രോപ്പ് ഡൗൺ കാണുന്നില്ല എല്ലാത്തിന്റെയും മേലെ. എങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഒരു ടേബിളിന് ഏത് ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്ക് ലൊക്കേഷൻ ഉണ്ട്, അല്ല സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കർണാടകത്തിലെ മാത്രം ഡാറ്റ, വലിയ ലാർജ് ഡാറ്റയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കർണാടകത്തിലെ മാത്രം ഡാറ്റ ആയിട്ട് കിട്ടണം. അപ്പൊ അതിനായിട്ട് ഈ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു സെല്ലില് ആ ഒരു ഡ്രോപ്പ് ഡൗൺ ആ ഒരു ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ഓൾ എന്ന് കാണാൻ പറ്റും. അതൊന്ന് അൺടിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് സ്റ്റേറ്റിലെ ഡാറ്റയാണോ വേണ്ടത് ആ ഒരു സ്റ്റേറ്റിലെ മാത്രം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇപ്പം കർണാടക എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലെ മാത്രം ഡാറ്റ വന്നല്ലേ. ഹലോ, ഓക്കെ. അതുപോലെ നമുക്ക് ഏത് സ്റ്റേറ്റിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കൊരു ഡാറ്റേനെ മാറ്റാൻ പറ്റും. ലാർജ് ഡാറ്റേനെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എന്ത് ചെയ്ത് കൊടുക്കാം, മാറ്റാൻ പറ്റും. ഇനിയിപ്പം ഡെസിഗ്നേഷൻ ആണ്. ഡെസിഗ്നേഷൻ എന്ത് ചെയ്യാം, സെലക്ട് ഓൾ എന്നുള്ളത് ഒന്ന് അൺടിക്ക് ചെയ്യാം. അതിനുശേഷം ഏതാണോ, HR ആണെങ്കിൽ HR അത് കൊടുക്കാം. ഓക്കെ, അക്കൗണ്ട് സെലക്ട് ചെയ്താൽ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മാത്രം വരും. അൺസെലക്ട് കൊടുക്കാം. ഇതിൽ അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പം അക്കൗണ്ട്സ് എന്നുള്ള ആ ഒരു ഡെസിഗ്നേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ മാത്രമായിട്ട് വരും. അതുപോലെ ഏത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എംപ്ലോയി ID ആണെങ്കിൽ എംപ്ലോയി ID കൊടുക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡാറ്റേനെ നമുക്ക് വേറൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ഒന്നിച്ച് തന്നെ ഉള്ളതാണ് സോർട്ട് എന്നുള്ളത്. അപ്പം ഓക്കെ, അപ്പം പിന്നെ വരുന്നതാണ് സോർട്ട് എന്നുള്ളത്. അപ്പൊ ടാബിൾ സെലക്ട് ചെയ്യാൻ നമുക്ക് സോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, അതുപോലെ ലാർജസ്റ്റ് സ്മോളസ്റ്റ്. ഇതിപ്പം നമ്പേഴ്സും അതുപോലെ ടെക്സ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരും, A to Z അതുപോലെ Z to A ലേക്കൊക്കെ സോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു സെല്ല് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇതിൽ കാണാം സോർട്ട് A to Z, അതുപോലെ സോർട്ട് Z to A. A to Z കൊടുത്താൽ നമുക്ക് സോർട്ട് കൊടുക്കാം. A to Z കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറിയിട്ട് കാണാം. ഓക്കെ, ഇനി Z to A ആണെങ്കിൽ എന്ത് ചെയ്യാം, സോർട്ട് കൊടുക്കുന്നു. ഒരു ലാസ്റ്റ് തൊട്ടിൽ Z തൊട്ട് എയിലേക്ക് സോർട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇനി നമ്പേഴ്സിന്റെ ആ ഒരു കോളാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്പേഴ്സ് വരുന്നതാണെങ്കിൽ ഇവിടെ കാണാം സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, പിന്നെ സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഏതാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്, അപ്പൊ അതിലേക്ക് സോർട്ട് ആയിട്ട് കാണാൻ പറ്റും. ഇനി ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, സോർട്ട് കൊടുക്കാം.
ലാർജസ്റ്റ് വാല്യൂ തൊട്ടിട്ട് ആ ഒരു ഇതിലേക്ക് ടേബിൾ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ടേബിൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ഹലോ, കേൾക്കാം മാം. ഓക്കെ ഓക്കെ. ഇപ്പം സോർട്ടും അതുപോലെ ഫിൽട്ടർ, ഡാറ്റ വാലിഡേഷൻ ഇത് ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. അപ്പം ഈ 3 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻട്രൊഡക്ഷനിൽ എങ്ങനെയാണ് ഒരു ഫോർമാറ്റിലേക്ക് ഡാറ്റ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ഡാറ്റ വാലിഡേഷൻ, അതുപോലെ കണ്ടീഷണൽ ഫോർമാറ്റ്. അപ്പം നിങ്ങൾ ഒരു ടേബിൾ സെറ്റ് ചെയ്യണം. കുറച്ച് ഡാറ്റ വെച്ചിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനൊരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ആ ഒരു ടൂള് കൊടുക്കണം. അതുപോലെ കണ്ടീഷണൽ ഫോർമാറ്റ് ഏതെങ്കിലും ഒരു, ഇപ്പൊ 2 കണ്ടീഷണൽ ഫോർമാറ്റിന്റെ 2 ടൂൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ചെയ്യാം. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടേബിൾ കൊടുത്താൽ മതി, ഷെയർ ചെയ്തിട്ടുള്ള. അതിനൊരു ഫോർമാറ്റിലേക്ക് മാറ്റണം. ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഡാറ്റ വാലിഡേഷൻ കൊടുക്കുക, അതുപോലെ കണ്ടീഷണൽ ഫോർമാറ്റ് കൊടുക്കുക. ക്ലിയർ ആണോ? ഈ ഒരു സോൺ എന്നുള്ള ഈ ഒരു ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സാലറി സോർട്ട് ചെയ്തപ്പോൾ എംപ്ലോയി നമ്പർ മാറിയില്ല. ഓക്കെ, ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അതൊന്നുകൂടി ചെയ്യുന്നുണ്ട്. സോർട്ടിൻ്റെത് ഒന്നുകിൽ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. ഇവിടെ കൊടുക്കുന്നു, ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോകുന്നു, സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുത്തു നോക്കാം. അപ്പം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിലും, അതായത് SL നമ്പർ തൊട്ട് അത് 1 to 28 വരെ വന്നിട്ടുണ്ട്. അതുപോലെ എംപ്ലോയി നമ്പർ മാറിയിട്ടുണ്ട്. 001 തൊട്ടിട്ട് 28 വരെ വന്നിട്ടുണ്ട്. അതുപോലെ സാലറി സ്മോളസ്റ്റ് തൊട്ടിട്ട് ലാർജസ്റ്റ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് വരുന്നുണ്ട്, ആ ഒരു എംപ്ലോയീസിന്റെ നെയിമും മാറുന്നുണ്ട്, ഡെസിഗ്നേഷൻ അതൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഇനി ഒന്നുകൂടി ചെയ്ത് നോക്കാം. ടേബിൾ സെലക്ട് ചെയ്യാം, സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോകുന്നു, ലാർജസ്റ്റ് സ്മോളസ്റ്റ് കൊടുക്കുന്നു. അപ്പൊ മാറിയിട്ടാണെന്നില്ലേ, SL നമ്പർ മാറിയിട്ടുണ്ട്, എംപ്ലോയി നമ്പർ, നെയിം ഒക്കെ ചേഞ്ച് ആയിട്ടാണെന്നില്ലേ. ഇനി ടേബിൾ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നില്ല, സാലറി മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. സാലറി മാത്രം സെലക്ട് ചെയ്യാം, സോർട്ട് ആൻഡ് ഫിൽറ്റർ പോകുന്നു, ലാർജസ്റ്റ് സ്മോളസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അന്നേരം എംപ്ലോയി നമ്പർ മാറുന്നില്ല അല്ലേ. ഓക്കെ, ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സെലക്ട് ചെയ്യുമ്പോൾ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടുന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, ഇപ്പം
നെയിമിൻ്റെതാണെങ്കിൽ ടേബിൾ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു സോർട്ട് എ ടു സെഡ് ടു എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടൂല. നെയിം ആണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്പേഴ്സിൻ്റെതാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ വരും. നെയിം സെലക്ട് ചെയ്തിട്ട് സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോയിട്ട് സോർട്ട് എ ടു സെഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിട്ടുമല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എക്സലില്? ചെയ്യാൻ പറ്റുന്നുണ്ട് മാം. ആ സ്പ്രെഡ്ഷീറ്റിന്റെ അതൊന്ന് നോട്ട്സ് ഒന്ന് കാണിച്ചു തരാമോ? സ്പ്രെഡ്ഷീറ്റ് നോട്ടോ? ആ, 4 കൂടെ ഒന്ന്. ഇപ്പൊ ഷെയർ ചെയ്ത നോട്ടോ? ഇപ്പൊ ആ നോട്ട്സ് ഇല്ല, അതൊന്ന് കാണിച്ചു തരാമോ? നോട്ട്സ് അതൊന്ന് ഓക്കെ, എഴുതിയെടുക്കാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി. കാണുന്നില്ലേ? ഇല്ല, ഇതിപ്പോ സ്പ്രെഡ്ഷീറ്റിന്റെ ടാബ്. എങ്ങനെ? ഇതല്ല മറ്റേ പവർ പോയിന്റ് മറ്റേ ഇതില്ലേ നോട്ട്സിന്റെ. ഏതിന്റെ നോട്ട്സ് ആണ് വേണ്ടത്? നേരത്തെ മാം പറയുന്നുണ്ടായ നോട്ട്സ് ഇല്ലേ, ടോപ്പിക്സ് ഉള്ള, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ല. മാം സ്പ്രെഡ്ഷീറ്റിൻ്റെതാണോ? ക്ലാസ് അല്ല, സ്പ്രെഡ്ഷീറ്റിന്റെ അല്ല, മറ്റേ പവർ പോയിന്റ് വേർഡോ അങ്ങനെ ഏതിലോ ഒന്ന്. വേർഡ് ഓപ്പൺ PPT. ആയിട്ട്. ഓക്കെ, ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പൊ ഷെയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. Next one. ഓക്കെ, 1 സെക്കൻഡ്. അതിന്റെ സ്റ്റെപ്സ് ആണ്, ഒന്ന് നോട്ട് എഴുതി വെച്ചോ. ഡാറ്റ വാലിഡേഷന്റെ സ്റ്റെപ്സ്. Next one. Next one. Okay. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ ഈ പറഞ്ഞത്?
ഒന്ന് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കേ. ഓക്കെ. ഈ ഒരു ഫിൽട്ടർ ഓപ്ഷനും അതുപോലെ സോർട്ട് എന്നുള്ള ഓപ്ഷനും നമുക്ക് ഡാറ്റ ടാബിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഡാറ്റ എന്നുള്ള ടാബ് എടുത്താൽ അതിലും സോർട്ട് അതുപോലെ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതൊന്ന് എടുത്ത് നോക്കിക്കോ. സ്ക്രീനിൽ കാണുന്നില്ലേ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ? അതെ മാം കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് സോർട്ട് ആൻഡ് ഫിൽട്ടറും അതുപോലെ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സോർട്ട് എന്നുള്ള ഓപ്ഷൻ.
ഹലോ, യെസ് മാം. മാം ഈ ഡാറ്റയിലല്ലേ ഡാറ്റ വാലിഡേഷൻ ഉണ്ടാവുക? ഡാറ്റ എന്നുള്ള ടാബിൽ ഡാറ്റ വാലിഡേഷൻ കിട്ടുന്നില്ലേ? ഡാറ്റ ടൂൾസിലാണോ അതില്? ഡാറ്റ ടൂൾസ്, ഡാറ്റ എന്നുള്ള ടാബിൽ ഡാറ്റ ടൂൾസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. ആ അതിൻ്റെ അകത്ത് ഡാറ്റ വാലിഡേഷനിൽ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റത്തത് എടുക്കാം, ഡാറ്റ വാലിഡേഷൻ എന്നുള്ളത് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ആ നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു ഡാറ്റ വാലിഡേഷനിൽ ഇപ്പം എന്ത് കൊടുത്തു, ലിസ്റ്റ് കൊടുത്തു. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, അതിൽ തന്നെ ക്ലിയർ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലേ താഴെ? ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെറ്റ് ചെയ്തത് ഒഴിവാക്കുന്നതാണെങ്കിൽ എന്ത് കൊടുക്കാം, എവിടെയാണോ സെറ്റ് ചെയ്തത് അവിടെ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷനിൽ പോകുന്നു, അതിൽ തന്നെ താഴെ ഒരു ക്ലിയർ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ. ഇതുപോലെ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിലും നമ്മൾ കുറച്ച് ഫോർമാറ്റിലേക്ക് മാറ്റിയല്ലേ, അതും ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ ക്ലിയർ റൂൾസ് കാണുന്നില്ലേ, ക്ലിയർ റൂൾസിൽ ഫസ്റ്റ് വൺ വരുന്നത് നമ്മൾ സെലക്ടഡ് സെല്ലിലത് മാത്രം ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് ക്ലിയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ്, ആ ഒരു എൻറ്റയർ ഷീറ്റിൽ മൊത്തത്തിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. മാം ഇതിൽ കോമയിട്ട് ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഡാറ്റാസ് കൊടുക്കണം, ഓരോ ഡാറ്റയും കൊടുക്കും. ഇപ്പൊ ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കും, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ 4 ഉള്ളേ ഇവിടെ സോണിൻ്റെത്, അത് നമുക്ക് ഒന്നുകിൽ അത് സെലക്ട് ചെയ്യാം സെപ്പറേറ്റ്. ഇവിടെ വേറൊരു, ഞാനിപ്പോ എന്താ ചെയ്തിട്ടുള്ളത്, സെപ്പറേറ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ ടേബിളിൽ ഏത് ഫോർമാറ്റിലാണോ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് എന്ത് കണ്ടീഷൻ ഡാറ്റ വാലിഡേഷനിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഉള്ളത് ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോണിന്റെ അണ്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡാറ്റയിൽ പോകുന്നു, ഡാറ്റ വാലിഡേഷൻ എടുക്കുന്നു, ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഈ റേർ കൊടുത്തിട്ട് ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്തത്, നേരത്തെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് എന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്ന് ഞാൻ പുറത്ത് എൻ്റർ ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്, വേറൊരു സെല്ലിലേക്ക് ഞാൻ എൻ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, സെലക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എൻ്റർ ചെയ്യാതെ ഡയറക്റ്റ് ഈ സോഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. വെസ്റ്റ് കൊടുക്കുന്നു, കോമ കൊടുക്കുക, സൗത്ത് കൊടുക്കുക, കോമ കൊടുക്കുക, ഈസ്റ്റ് കൊടുക്കുക, കോമ കൊടുക്കുക, നോർത്ത് കൊടുക്കുക, ഡയറക്റ്റ് ഇവിടത്തേക്ക് എൻ്റർ ചെയ്താലും മതി. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്ത് വന്ന്, ലിസ്റ്റ് വന്നിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ?
ഹലോ മാം. ഹലോ. ഹലോ. പറഞ്ഞോളൂ. കണ്ടീഷണൽ ഫോർമാറ്റില് ന്യൂ റൂളില് പോവില്ലേ? കണ്ടീഷൻ കണ്ടീഷണൽ ഫോർമാറ്റില് ന്യൂ ന്യൂ റൂളില് റൂൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ. അവിടെ താഴത്തത് എടുക്ക, ലാസ്റ്റ് വണ്ണില്ലേ? അതിൽ ആ ഫോർമുലന്റെ എന്താണ് അവിടെ ഈക്വൽ ടു ഈക്വൽ ടു കൊടുത്ത് നമ്മൾ സെല്ല് സെലക്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ നമുക്ക് വെസ്റ്റ് തൊട്ടുള്ളതാണ് എന്ത് വേണ്ടത്? കിട്ടേണ്ടത് അല്ലെ? വെസ്റ്റ് തൊട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു വെസ്റ്റ് ഏതാണ് വരുന്നത്? സ്റ്റാർട്ടിങ് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു സെല്ലിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ A2 എന്നുള്ള സെൽ അഡ്രസ് കൊടുക്കാം. പിന്നെ എന്താണ് ആ ഫോർമുല ഒന്ന് നോട്ടുണ്ടോ? എന്ത് ചെയ്യാം? ഫോർമുല ഒന്നുകൂടെ എൻ്റർ ചെയ്യണോ? അതെ. ഇത് സെലക്ട് ചെയ്യുന്നു. വെസ്റ്റ് എന്നുള്ളത് തൊട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഹോമില് കണ്ടീഷണൽ ഫോർമാറ്റിലേക്ക് പോകുന്നു. ന്യൂ റൂളില് യൂസ് എ ഫോർമുല കൊടുക്കുന്നു. ഇവിടെ എന്താ കൊടുക്കുന്നു? ഈക്വൽ ടു കൊടുക്കുക. വെസ്റ്റ് എത്രാമത്തെ? A2 അല്ലേ? A2 കൊടുത്തു. ഷിഫ്റ്റ് കൊടുക്കുക, ഡോളർ കൊടുക്കുക കീബോർഡിൽ. ഈക്വൽ ടു കഴിഞ്ഞിട്ട് A2 ലോക്ക്, ഈ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഈക്വൽ ടുനും A2നും ഇടയിൽ ഷിഫ്റ്റ് ഡോളർ സൈൻ കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്തു. അല്ല, ഈക്വൽ ടുവിന്റെയും ഇത് കാണുന്നില്ലല്ലോ സ്ക്രീനിൽ. സ്ക്രീൻ കാണുന്നില്ല? ഇല്ല. ഓക്കെ, അപ്പം സെലക്ട് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റില് ന്യൂ റൂള് കൊടുത്തു, ലാസ്റ്റ് വണ്ണ് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു A2 കൊടുത്തു. ഈ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്തു. ലോക്ക് അവിടെയാണല്ലേ? ഓക്കെ, വീണ്ടും പിന്നെ നമ്മൾ ഏത് സെല്ലിൽ സെലക്ട് ചെയ്യുമ്പോഴാണോ നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറേണ്ടത്, ആ ഒരു ഭാഗത്ത് ആ ഒരു സെല്ലിൽ സെലക്ട് ചെയ്യുക. അത് ഡയറക്റ്റ് സെല്ല് സെലക്ട് ചെയ്താൽ മതി. സെൽ അഡ്രസ് അല്ല കൊടുക്കേണ്ടത്, സെല്ല് സെലക്ട് ചെയ്യാം. ഫോർമാറ്റിൽ പോവാം, ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കാം, വീണ്ടും ഓക്കെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫോണ്ടും മാറ്റാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്തിലാണ്? ഫില്ലിലാണ് ഉള്ളത്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ന്യൂ റൂളിൽ തന്നെ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്, ഫില്ല് എന്നുള്ള ഓപ്ഷന്. നമുക്ക് ഫോണ്ട് വേണമെങ്കിൽ ചേഞ്ച് ആക്കാൻ പറ്റും, ഏത് ഓപ്ഷനും എടുക്കാൻ പറ്റും. ഫോണ്ട്, ബോർഡർ, ഏതൊരു ഓപ്ഷനും എടുത്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
ഹലോ, ആ മാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നില്ലേ? കണ്ടീഷണൽ Yes. ഫോർമാറ്റിംഗ് കിട്ടിയില്ല. ആർക്ക്? ഏതായിരുന്നു കിട്ടാഞ്ഞ്? കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഡാറ്റ സെലക്ട് ചെയ്തു. ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ന്യൂ റൂളിൽ പോയിട്ട് യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ അതിവിടെ ആ വെസ്റ്റ് എന്നുള്ള അത് കൊടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് കളറും സെലക്ട് ചെയ്തു. ഓക്കെ കൊടുക്കുമ്പോ വരുന്നില്ല. മാറിപ്പോന്നുണ്ടോ? സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് സെല്ല് മാറിപ്പോന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പം വെസ്റ്റ് മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. മാമിന്റെ സെയിം ഡാറ്റയാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി ഒന്ന് നോക്കേ. ഓക്കെ. ഓക്കെ, ഈ ഒരു വെസ്റ്റ് തൊട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. സോണ് ആ ഒരു ഹെഡിങ് നമുക്ക് ആവശ്യമില്ല, അപ്പൊ അത് സെലക്ട് ചെയ്യണ്ട. ഈ ഒരു വെസ്റ്റ് തൊട്ട് എന്ത് ചെയ്യാ, സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിൽ ന്യൂ റൂൾ കൊടുത്തിട്ട് കാണുന്നില്ലേ കൊടുക്കുന്നത്? ഫോർമുല കൊടുക്കുന്നത് ശ്രദ്ധിക്ക്. ഈക്വൽ ടു കൊടുത്തു, A2 എന്നുള്ള സെല്ലിന്റെ അഡ്രസ് കൊടുത്തു. അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്താലും മതിയല്ലേ മാം? സെലക്ട് ചെയ്യണ്ട, ആ ഒരു സെൽ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ആണോ? ഓക്കെ. അതിനുശേഷം ഈ ഒരു സെല്ല് ലോക്ക് ചെയ്യുന്നു. വീണ്ടും ഈക്വൽ ടു കൊടുക്കാം. പിന്നെ നമുക്ക് സോണ് സെലക്ട് ചെയ്യാം. നമുക്ക് സോണിൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് പോവാ, ഫിൽ കളർ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഫോർമാറ്റ് ഒന്ന് നോക്കി വെക്കേ. ഓക്കെ. ഓക്കെ, അപ്പോ ഇത്രയും ദിവസം എടുത്തിട്ടുള്ള ക്ലാസ് ഒക്കെ ക്ലിയർ അല്ലേ? ഒരു 3 days. ഓക്കെ, അപ്പം ഇതിന്റെ തന്നെ നമ്മളിപ്പം പഠിച്ച കാര്യങ്ങളും അതുപോലെ ഇപ്പൊ നമ്മളിപ്പം 2 ടാബ്സിൻ്റെതാണല്ലോ നോക്കിയത്. ഹോം എന്നുള്ള ടാബ്സിൽ അത് നോക്കിയിട്ടുണ്ട്, അതുപോലെ ഫയൽ എന്നുള്ള ടാബ് കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഹോമിൽ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. അതുപോലെ ഓരോ ടാബ്സിന്റെ അണ്ടറിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഒക്കെ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 ഡേയ്സിന്റെ എക്സൽ എക്സ്പേർട്ട് എന്നുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു MS എക്സലിന്റെ എക്സാം ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആ ഒരു ലെവലിലേക്ക് മാറുന്നതായിരിക്കും. മൊത്തത്തിൽ അഡ്വാൻസ് ലെവലാണ്. അപ്പം ഈ ഒരു ബൂട്ട് ക്യാമ്പ് 3 ഡേയ്സിന്റെ ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് 20% ഓഫറിൽ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം 20% ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതായിരിക്കും. 8 ഡേയ്സിന്റെ ക്ലാസ് ആയിരിക്കും, എക്സലിന്റെ 8 ഡേയ്സിന്റെ ക്ലാസ്. നോട്ട്സ് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അതുപോലെ ഇപ്പൊ എടുത്ത ക്ലാസ്സിന്റെ നോട്ട്സ് വേണമെങ്കിൽ. ഓക്കെ, നമ്മളെ കോഴ്സ് ഡീറ്റെയിൽസ് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ.